നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കടത്തുവള്ളം സർവീസ് കൂടി ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഒരു മഴ പെയ്താൽ തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണിത്. ബസ്സിൽ കയറണമെങ്കിൽ നീന്തിപ്പോകണം. സ്വിമ്മിങ്ങിന് അനുയോജ്യമായ വസ്ത്രമല്ലാത്തതിനാൽ അത് സാധ്യമല്ല. പിന്നെയുള്ള ഏക വഴി കടത്തുവള്ളങ്ങളെ ആശ്രയിക്കുകയാണ്. ഈ അവസ്ഥ കണ്ടിട്ട് തിരുവല്ല മുനിസിപ്പാലിറ്റി അധികൃതർ എന്തോ ഉണ്ടാക്കാനിരിക്കുകയാണെന്നൊന്നും ചോദിക്കരുത്. അവർക്കിതിനൊന്നും നേരമില്ല. മര്യാദയ്ക്കൊന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ മരത്തിൻ്റെ മറവുകളെ ആശ്രയിക്കണം. സ്ത്രീകൾക്കാണെങ്കിൽ അതും സാധ്യമല്ല. അതാണ് തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. അത്രയ്ക്കുണ്ട് തിരുവല്ലയിലെ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തം. പിന്നെ ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറുന്നതിനെപ്പറ്റി പറയാനുണ്ടോ? ഇതൊന്ന് നവീകരിക്കാൻ ആർക്കും ആഗ്രഹമില്ല. സ്കൂളുകൾ കൂടി വരും മാസം തുറക്കുന്നതോടെ വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന സ്വകാര്യ ബസ് സ്റ്റാൻഡാണിത്. എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാകൂല എന്ന സമീപനമാണ് തിരുവല്ല മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവർക്ക്. അതിപ്പോൾ ഇടതായാലും വലതായാലും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ആൽമരത്തിൻ്റെ വിത്തുകൾ മുളപ്പിക്കുന്ന തിരക്കിലാണ് ജനപ്രതിനിധികൾ എന്ന് തോന്നുന്നു. കാരണം അതും തണലാണല്ലോ. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.